നമസ്കാരം. സങ്കീർണരഹിത പ്രമേഹ ക്ലാസ്സിൻ്റെ 39ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രമേഹ രോഗികളിലെ പ്രഷർ അല്ല ഹൈപ്പർ ടെൻഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഖേദകരമെന്ന് പറയട്ടെ, പ്രമേഹത്തിനെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന അവയർനെസ് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മുമ്പ് കൊളസ്ട്രോളിനെ കൊണ്ട് പറഞ്ഞതുപോലെ, പ്രഷറിന് നമ്മൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആദ്യമായി ഡോക്ടർ നമ്മളോട് പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞാൽ, പ്രഷർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുളികകൾ നമുക്ക് കിഡ്നിനെ ബാധിക്കില്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡയറ്റിൽ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് കൺട്രോൾ ചെയ്താൽ പോരെ, ഉപ്പിൻ്റെ അംശം കുറച്ചാൽ മാത്രം പോരെ, ഇപ്പോഴും തന്നെ ഗുളിക തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് യാതൊരു സിംറ്റംസും ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചികിത്സ എടുക്കാൻ വൈകിക്കുന്ന ഒരു അവസ്ഥയാണ് BP അല്ലെങ്കിൽ പ്രഷർ എന്നത്. പക്ഷേ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ പറയാറ്, ഒരു പ്രമേഹ രോഗിയിൽ പ്രഷർ ഉണ്ടെങ്കിൽ, പ്രമേഹവും പ്രഷറും ഒന്നിച്ചുണ്ടെങ്കിൽ അത് എന്തുപോലെയാണ്, ഒരു ഇരട്ടപ്പെട്ട കുട്ടികളെ, ഒരമ്മ ഇരട്ട കുട്ടികളെ പ്രസവിച്ചാൽ ഇരട്ട കുട്ടികളെ പോലെയാണ്. അതിന് കാരണം ഇതിന് രണ്ടിനും കുറേ സാമ്യതകളുണ്ട് എന്നതാണ്. അതായത് രണ്ടിനും, നമുക്ക് പ്രമേഹത്തിനായിക്കോട്ടെ BP ക്കായിക്കോട്ടെ, രണ്ടിനും ലക്ഷണങ്ങളോ വർഷങ്ങളോളം ഒരു ലക്ഷണങ്ങളോ സിംറ്റംസോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. രണ്ടാമത്തത്, ഇത് രണ്ടിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് ഏത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്, അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് നമ്മളെ പൊണ്ണത്തടി പോലെ, പാരമ്പര്യമായ കാരണങ്ങൾ കൊണ്ടുപോലെ, സ്മോക്കിങ് ഇതുപോലത്തെ അല്ലെങ്കിൽ അതുപോലുള്ള കാരണങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് രണ്ടിനും സെയിം തന്നെയാണ്. ജീവിതശൈലി വ്യത്യാസങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്, പ്രമേഹത്തിനും BP ക്കും സെയിം ആണ്. മൂന്നാമത്താണ് വളരെ പ്രധാനം, ഇത് രണ്ടും രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖമാണ്. വർഷങ്ങളോളം ഇത് രണ്ടും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ ഡാമേജ് ഉണ്ടാക്കും. അവസാനം നമുക്ക് ഓർഗൻ ഡാമേജ്, കിഡ്നിയുടെ രൂപത്തിലും കണ്ണിൻ്റെ രൂപത്തിലും ഹാർട്ടിൻ്റെ രൂപത്തിലും സ്ട്രോക്കിൻ്റെ രൂപത്തിലൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും ഉണ്ടാകുമ്പം ഒന്നും രണ്ടല്ല, ഒന്നും 11 വിപത്തുണ്ടാക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം BP നന്നായി കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നിർബന്ധ ഘടകമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ BP തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്? ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ വെള്ളം അടിക്കുന്ന പൈപ്പ്, ഹോസ് പൈപ്പ് നമ്മൾ കണ്ടു കാണും. അതിൽ ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹൈ സ്പീഡിൽ നമ്മൾ പൈപ്പ് തുറന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കത്തില്ല. അങ്ങേ മറ്റു ഭാഗത്ത് ഓട്ടയില്ലാത്തടത്തോളം, ഓട്ട അടഞ്ഞു പോകാത്തിടത്തോളം കാലം നല്ല രൂപത്തിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഹൈ സ്പീഡിൽ തന്നെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഒരേ സ്പീഡിൽ നിർത്താതെ ഹയസ്റ്റ് സ്പീഡിൽ പൈപ്പ് തുറന്നിട്ട് തന്നെ വെക്കുക എന്ന് കരുതുക. എന്താ സംഭവിക്കുക? അപ്പോഴും ഒന്നും സംഭവിക്കത്തില്ല. ഇങ്ങേ അറ്റത്തോടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാനും നിങ്ങളും അറിയാതെ ഈ 10-15 ദിവസത്തിൻ്റെ ഇടയിൽ ഈ പൈപ്പിൽ ചില വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണ്? ഈ പൈപ്പിൻ്റെ എലാസിറ്റി ഈ ദിവസങ്ങൾ കൊണ്ട് ഹൈ പ്രഷർ ഈ പൈപ്പിൻ്റെ ഭിത്തികളിൽ വന്നതുകൊണ്ട് എന്ത് ചെയ്യുക, എലാസിറ്റി കുറയുകയും ഒരു സുപ്രഭാതത്തിൽ അതിൽ വിള്ളലുകൾ ഉണ്ടാകുകയും വെള്ളം മേലോട്ടേക്ക് ചീറ്റുന്നൊരവസ്ഥയും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ രക്തക്കുഴലിലും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് 120/80 അടിക്കാൻ്റെ ഹാർട്ട് 180/100 അല്ലെങ്കിൽ 150/90 എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സാധാരണ ഈ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുക, ഹാർട്ടിൽ നിന്ന് ഈ രക്തക്കുഴലുകൾ എല്ലാ അവയവങ്ങളിലേക്കും പോവുകയാണ്. കണ്ണിലേക്കും നരമ്പിലേക്കും കിഡ്നിയിലേക്കും ഹാർട്ടിലേക്ക് തന്നെയും എല്ലാ അവയവങ്ങളിലേക്കും രക്തക്കുഴൽ പോവുകയാണ്. ഈ രക്തക്കുഴൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ നോർമലായ 120/80 പ്രഷറിൽ ബ്ലഡ് ഒഴുകാൻ വേണ്ടിയാണ്. അതിന് പകരം 150/100 150/90 അടിക്കുമ്പോൾ ഈ രക്തക്കുഴലുകൾ സ്വാഭാവികമായിട്ടും വർഷങ്ങളോളം ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ പ്രഷറിൽ തന്നെ വർഷങ്ങളോളം മുന്നോട്ട് പോകുമ്പം ഈ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ എലാസ്റ്റിറ്റികളുടെ ഡിഫറൻസ് വരികയും ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു TV ഒരു ന്യൂസ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ സമൂഹത്തിലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ നൈമിഷികമായ ഒരു BP ചേഞ്ച് കാരണം ആ വ്യതിയാനങ്ങളുണ്ടായ രക്തക്കുഴലിൽ വിള്ളലുകളോ പൊട്ടലോ സംഭവിക്കുന്നു. അതിന് കാരണമായി ജീവിതകാലം മുഴുവൻ ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറ്റം പറയും, എന്താണ്, ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിലൊരു സംഭവം പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ന്യൂസ് കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടായതുകൊണ്ടാണ് ഒരു ഭാഗം തളർന്നു പോയത്, അല്ലെങ്കിൽ പക്ഷാഘാതം വന്നത്. ശരിക്കും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പക്ഷാഘാതത്തിന് കാരണം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കൺട്രോൾ ചെയ്യാത്ത BP യും അത് കാരണം പിന്നീട് നമ്മൾ BP യുടെ ഗുളിക കഴിച്ചിട്ടും ഈ ഓൾറെഡി
രക്തക്കോയലുകളിൽ വന്ന ഡാമേജുകളും എലാസ്റ്റിറ്റിയുടെ കുറവും കാരണം ചെറിയൊരു BP വ്യത്യാസം ഉണ്ടായപ്പോൾ ഈ രക്തക്കോയൽ പൊട്ടൽ വന്നതും ബ്ലീഡിങ് ഉണ്ടാവുകയും ഒരു ഭാഗം തളർന്നു പോവുകയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BP എന്ന് നിങ്ങൾക്ക് തുടങ്ങിയോ, ഞാൻ സാധാരണ പറയാറ് നിങ്ങൾക്ക് BP തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, BPയുടെ ചികിത്സ തുടങ്ങിയിരിക്കണം. BP തുടങ്ങിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗുളികകൾ കഴിച്ചാലും ഈ രക്തക്കോയൽ വന്ന ഭിത്തികളിൽ വന്ന ഡാമേജുകൾ നമുക്ക് കൂട്ടിയിണക്കാൻ കഴിയില്ല. എന്തായാലും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുക, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ നിങ്ങൾക്ക് BP കാണുന്നത്, നിങ്ങൾ BPയെക്കുറിച്ച് അറിയുന്നത്, ആ സമയത്ത് തന്നെ BPയെക്കുറിച്ചുള്ള ചികിത്സകൾ എടുത്തു തുടങ്ങണം. BPയുടെ ചികിത്സ എന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നോർമലാക്കാൻ രൂപത്തിലുള്ള ഗുളികകൾ കഴിക്കുക. രണ്ടാമത്തെ, റെഗുലറായിട്ട് എക്സസൈസ് ഉണ്ടായിരിക്കുക. എക്സസൈസ് ഇല്ലാത്തടത്തോളം നമ്മൾ ഗുളികൾക്ക് എഫക്റ്റ് കിട്ടത്തില്ല എന്നും കൂടി മനസ്സിലാക്കണം. മൂന്നാമത്തെ, വർഷത്തിലൊരിക്കൽ BP സംബന്ധമായിട്ടുള്ള കിഡ്നിയുടെയും നരമ്പിൻ്റെയും കണ്ണിൻ്റെയും ടെസ്റ്റുകൾ ചെയ്യുക. ഇതാണ് BPയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി എന്താണ് നോർമൽ BP എത്രയായിരിക്കണം എന്നത് നമ്മൾ പണ്ടേ പുസ്തകത്തിൽ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. 120/80 അല്ലെ അതിൽ താഴെയോ ആയിരിക്കണം നോർമൽ BP എന്നത്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം എത്രയായിരിക്കണം നോർമൽ BP എന്നത്? പ്രമേഹ രോഗി, ഒരു ഗുളിക കഴിക്കുന്ന ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ BP നമ്മളെപ്പോഴും ഒരു 130/85 താഴെ വെക്കണം. ഓക്കെ, 130 മേലെയും സിസ്റ്റോളിക്കും 185 ഡയസ്റ്റോളിക്കും ഒരിക്കലും അതിന് മേലെ പോകാത്ത രൂപത്തിൽ BPയെ കൺട്രോൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു സംശയം വരും, അയ്യോ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്, BPയുടെ മരുന്ന് ഗുളിക കഴിക്കുന്നുണ്ട്, ഇന്ന് എൻ്റെ BP 110/70 ഇനി എനിക്ക് ഗുളിക നിർത്തിക്കൂടെ എന്നത്. തീർച്ചയായും അതൊരു അപകടമാണ്. കാരണം ഈ 110/70 അല്ലെങ്കിൽ 130/85 താഴെ വെക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തത്, BPയുടെ ഗുളിക കഴിച്ചത്. ഈ ഒരു സംഭവം നോർമലായി കാണുകയും നോർമലായതിൻ്റെ ഭാഗമായി നമ്മൾ ഗുളിക നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സസൈസ് നിർത്തുകയും ചെയ്താൽ BPയുമായിട്ട് നമ്മൾ അതിൻ്റെ ശ്രദ്ധ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്സ് ആയിട്ട് ഹൈ BP ഉണ്ടാക്കുകയും അത് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇതാണ് BPയുടെ എന്ത് ചെയ്യുക, എത്രയാണ് BPയുടെ കൺട്രോളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പലപ്പോഴും ഡോക്ടറെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്, ഡോക്ടറെ ഇപ്പം BP കൂടുതൽ കാണുമ്പോൾ ഡോക്ടറെ സ്റ്റെയർ കേസ് കയറിയിട്ടാണ് വന്നത് അതുകൊണ്ട് BP കൂടിയതാണ്, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഓട്ടോ ഡ്രൈവറായിട്ട് ചെറിയൊരു കഷവിഷയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് BP, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് BP കൂടിയതാണ്, കുറച്ച് ടെൻഷൻ കൂടുതലായിരുന്നു ഇന്നലെ അതുകൊണ്ട് BP കൂടിയതാണെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോർമലായ ഒരു വ്യക്തിയെ, നോർമലായിട്ട് ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം 1 മിനിറ്റ് കൊണ്ട്, ഉദാഹരണം നമുക്ക് ദേഷ്യം വന്നാൽ സ്റ്റെയർ കേസ് കയറിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബോഡി അതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ പറയാറ്, നിങ്ങളൊരു കാര്യം 5 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുക്കും, അതിനുശേഷം വീണ്ടും BP നോക്കുമെന്ന്. ഈ സന്ദർഭത്തിൽ ഇതുപോലെ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം BP ഉള്ള ഒരു രോഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഇനി അടുത്തതായിട്ട്, BPയുടെ ഗുളികകൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ, അത് കിഡ്നിനെയും മറ്റും ബാധിക്കില്ലേ, ജീവിതകാലം മുഴുവൻ BPയുടെ ഗുളിക കഴിച്ച പ്രശ്നമല്ലേ, ഇത് സാധാരണ ഉണ്ടാകുന്നൊരു സംശയമാണ്. ആദ്യം മനസ്സിലാക്കേണ്ട, BPയുടെ ഗുളികയ്ക്ക് ഈ പറഞ്ഞ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. BP ആണ് നമ്മുടെ രക്തക്കോയൽ നഷ്ടപ്പെടുത്തുന്നതും കിഡ്നിയുടെ പ്രശ്നങ്ങളും ഒരു ഭാഗം തളർത്തുകയും ചെയ്യുന്നതും. ചില ഗുളികകൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയിൽ ആ ഗുളിക ഒഴിവാക്കിയിട്ട് മറ്റു ഗുളികകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതെല്ലാ വ്യക്തികളിലും അല്ല. ഉദാഹരണത്തിന് കാലിൻ്റെ നീര് വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമ്ലോഡിപ്പിന് പോലത്തെ ഗുളികകൾ നമ്മൾ ഒഴിവാക്കണം, മറ്റ് ഗ്രൂപ്പിലുള്ള ഗുളികൾ ഉപയോഗിക്കണം. അതുപോലെ സോഡിയം കുറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരാൻ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൈറോയ്ഡ് പോലത്തെ ഗുളികൾ ഒഴിവാക്കണം, മറ്റ് ഗ്രൂപ്പിലുള്ള ഗുളികൾ ഉപയോഗിക്കണം. ഇതുപോലെ പൊട്ടാസ്യം കൂടാൻ സാധ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്പൈറനോലാക്ടോൺ പോലത്തെ ഗുളികൾ ഒഴിവാക്കണം. അപ്പോൾ BP ഗുളികൾക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ ജീവിത രീതിക്കനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ നിങ്ങളുടെ BPയുടെ ഗുളികളെ ഏറ്റക്കുറച്ചിൽ വരുത്തുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചില അവസ്ഥകളിൽ നമ്മൾ BPയുടെ ഗുളികകൾ BP നോർമലുള്ളവർക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് പറയാൻ കാരണം, ഉദാഹരണത്തിന് നമ്മളൊരു ഡയബറ്റിസ് പേഷ്യൻറ്റിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ മൂത്രത്തിൽ പതയുള്ളൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, BPയുടെ ഗുളികയായ AC ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ARBs, അതായത് ടെൽമിസാർട്ടൻ അല്ലെങ്കിൽ റാമിപ്രിൽ പോലത്തെ ഗുളികൾ സ്റ്റാർട്ട് ചെയ്യും. മൂത്രത്തിൽ കല്ലുള്ളവർക്ക് തൈറോയ്ഡ് പോലത്തെ ഗുളികൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഹാർട്ട് പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റാ ബ്ലോക്കേഴ്സ് പോലത്തെ BPയുടെ ഗുളികൾ BP നോർമലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ മറ്റു ഇടത്തോ പോയിട്ട് ഇത് കാണും, ഇത് BPയുടെ ഗുളിയാണെന്ന് പറയും. അയ്യോ എനിക്ക് BP ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിത് വെറുതെ കഴിച്ചതായിപ്പോയി, അതുകൊണ്ട് നിർത്തിവെക്കുക, അതെനിക്ക് വേണ്ട, അത് തരണ്ടെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഗുളികകൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തുടങ്ങിയത് നിങ്ങളെ BPക്ക് വേണ്ടിയല്ല, BP കുറക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റു വിഷയങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട്,
അത് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നേഴ്സ് ബി പി നോക്കിയതിന് ശേഷം ബി പി കുറവാണ് അല്ലെങ്കിൽ ബി പി നോർമലാണെന്ന് പറയും. എന്ന് വെച്ച് ബി പിയുടെ ഗുളിക നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ ഫാർമസി പോയി കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുക, ഇത് ബി പിയുടെ ഗുളികയാണ്, ബി പി നിങ്ങൾക്ക് നോർമലാണ് എന്ന് പറഞ്ഞാൽ നിർത്താൻ പാടില്ല. നിങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത്, നിങ്ങളെ ബി പിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നത് നിങ്ങളുടെ ഡോക്ടർക്കാണ്. അത് എപ്പോഴും കൂട്ടണം, എങ്ങനെ കുറക്കണം, ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ബി പിയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാണ് എസ്പെഷ്യലി ഡയബറ്റിസ് പേഷ്യൻ്റ് വേണ്ടത് എന്നതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. അതും നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1+1=2 അല്ല, 1+1=11 ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടും നിങ്ങളുടെ രക്തക്കുഴലിനെ ബാധിക്കും. അവസാനം എന്ത് ചെയ്യുക, ഒരു നിത്യമായ ഒരു അവയവത്തിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ് നമ്മൾ പ്രമേഹ രോഗികളുടെ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതുവരെ നമസ്കാരം.